ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മ ചേട്ടത്തി സ്പെഷ്യൽ 2.0യുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, നല്ല അടിപൊളി ഇരുമ്പം പുളി. ഞങ്ങൾ ചിലിമ്പിപ്പുളി എന്ന് പറയും, പത്തനംതിട്ടയിലൊക്കെ ചിലിമ്പിപ്പുളി എന്ന് പറയും. നല്ല സൂപ്പർ പുളി ഞാൻ ഇന്നലെ പറിച്ചെടുത്തതാണ്. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ടുപിടിപ്പിച്ച് ഉണ്ടായതാണ്. ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരുപാടങ്ങ് വലുതൊന്നും ആയിട്ടില്ല മരം, എങ്കിൽ പോലും നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് അമ്മച്ചി പറഞ്ഞു, ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചാറുകറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. തേങ്ങ വറുത്തരച്ചും കറി ഉണ്ടാക്കും, തേങ്ങ അല്ലാതെ പച്ചയ്ക്ക് അരച്ചും കറി ഉണ്ടാക്കും. ഇത് രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തേങ്ങ പച്ചയ്ക്ക് അരച്ച് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാം. ചോറ് നല്ല ചൂട് ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു 10-15 എണ്ണമൊക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് കറി വയ്ക്കാം. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മച്ചി പറഞ്ഞത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം നിങ്ങളെ കൂടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളുകളായി, എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളമായെന്ന് തോന്നുന്നു വീഡിയോകളൊക്കെ ചെയ്തിട്ട്. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ പുറകാലി പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇരുമ്പുളി ഒന്ന് കറി വെച്ച് നോക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, സവാള, ഇതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഒരുപാട് വാടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ. ശേഷം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ എരിക്ക് ആവശ്യമായിട്ടുള്ളത് ഇട്ടാൽ മതി. ഇപ്പം നമ്മൾ ആ പച്ചമുളക് 2 ഇട്ടത് കൊണ്ട് അധികം എരി വേണ്ട. ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഈ ചിലിമ്പുളി വേഗം വേവുന്നതാണ്, അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അരക്കപ്പ് തേങ്ങയും ഒരു ചെറുള്ളിയും കൂടി, ഒരു വലിയ ചെറുള്ളിയാണ് കേട്ടോ, അതും കൂടി നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇത് നടപ്പെടുത്ത് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തേങ്ങ ഇതിലേക്ക് ഒഴിക്കാം. ഉപ്പ് ഒരു ഇത്തിരി കൂടി വേണം. നമുക്ക് തേങ്ങ ഒഴിച്ചതിന് ശേഷം ഉപ്പിടാം. അപ്പം നമുക്ക് തേങ്ങ ഒഴിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അരച്ചത്. അതിനുശേഷം കുറച്ചൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്തിരി ഉപ്പും കൂടി വേണമായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിട്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ തേങ്ങ അരയ്ക്കുന്നത്, ഈ പുളി മുറിക്കുന്നതൊക്കെ താമസമേ ഉള്ളൂ. ഇനി ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ ഒന്ന്. പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വാങ്ങി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുകും താളിക്കാൻ.
അതിലേക്ക് ഒരു ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കടുകും. രണ്ട് വറ്റൽമുളക് മുറിച്ചത്. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിലിമ്പിപ്പുളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്ടിയുടെ അടിയിൽ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എൻ്റെ കൈ കൊള്ളാതിരിക്കാൻ. അമ്മച്ചേ എങ്ങനെയുണ്ടെന്ന് നോക്കിയമ്മ. സ്പൂൺ കൊണ്ട് തന്നെ നോക്കിക്കോ. നിങ്ങൾ തന്നെ പിടിച്ച് നോക്കിക്കോ. അമ്മച്ചി പറഞ്ഞ കറി എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഇരുമ്പും പുളി നല്ല കറിയാ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും ബായ്.